മെഗാസ്റ്റാർ മമ്മൂട്ടി. അറിയാമല്ലോ, അദ്ദേഹം ഓരോ കാലഘട്ടത്തിലും അതിനനുസരിച്ചുള്ള കഥാപാത്രങ്ങളും കഥകളും തിരഞ്ഞെടുത്ത് മലയാള സിനിമയിൽ മുമ്പോട്ട് പോവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആകുന്ന ഈ 2020-2023 കാലഘട്ടത്തിലാണ്. അതായത് അദ്ദേഹം തന്നെ ഒരു പ്രൊഡക്ഷൻ കമ്പനി, മമ്മൂട്ടി കമ്പനി എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനി രൂപീകരിച്ചു. അതുപോലെ തന്നെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന കഥകളും പാൻ ഇന്ത്യൻ രീതിയിൽ ഹിറ്റായി. അങ്ങനെയുള്ള മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേഷനാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയിൽ ആരാണ് നായികയായിട്ട് വരാൻ പോകുന്നത്, ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന ആരാണ്, ഇതൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പം മമ്മൂട്ടിയുടെ ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത് മറ്റാരുമല്ല, ഗൗതം വാസുദേവ് മേനോനാണ്. നമുക്കറിയാം, ഗൗതം മേനോന് പ്രത്യേകിച്ച് ഒരു ഇൻട്രോ ആവശ്യമില്ല. ചെയ്ത സിനിമകളെല്ലാം തന്നെ ക്ലാസിക്കാണ്. അങ്ങനെയുള്ള ഗൗതം മേനോൻ്റെ ആദ്യ മലയാള സിനിമ കൂടിയാണ് ഈ മമ്മൂട്ടി ചിത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, കുറച്ച് കാലമായിട്ട് അദ്ദേഹം സംവിധാനം വിട്ടിട്ട് അഭിനയത്തിലേക്ക് പോയിട്ടുണ്ട്. അഭിനയത്തിലും അദ്ദേഹം ശോഭിച്ച് തന്നെ നിൽക്കുകയാണ്. അങ്ങനെയുള്ള അദ്ദേഹം ട്രാൻസിൽ ഒരു ഗംഭീര വേഷമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗൗതം മേനോൻ ഇതാ മമ്മൂട്ടിയുമായി കൈകോർക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഈ ഒരു സിനിമയുടെ നായിക എന്ന് പറയുന്ന മറ്റാരുമല്ല, പാൻ ഇന്ത്യൻ സെൻസേഷനായ സമാന്തയാണ്. നമുക്കറിയാം, സമാന്ത വളരെയധികം കാലമായിട്ട് ഒരു മലയാള സിനിമയിൽ പ്രവർത്തിക്കണമെന്ന് പല ഇൻ്റർവ്യൂകളും സൂചിപ്പിക്കുകയുണ്ടായി. അങ്ങനെയുള്ള സമാന്തയുടെ ആദ്യ മലയാള സിനിമ കൂടിയാണ് ഈ മമ്മൂട്ടി ചിത്രം എന്ന് പറയാം. നമുക്കറിയാം, സമാന്ത ഒരു മമ്മൂട്ടി ഫാൻ ഗേളാണ്. മമ്മൂട്ടിയുടെ ഏത് സിനിമ കണ്ടു കഴിഞ്ഞാലും അതിനെപ്പറ്റിയുള്ള ഒരു സ്റ്റോറി സമാന്തയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരിക്കും. അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കാതൽ എന്ന് പറഞ്ഞ സിനിമയെപ്പറ്റി വാനോളം പുകഴ്ത്തിയിട്ടുണ്ട് സമാന്ത. അങ്ങനെയുള്ള മമ്മൂട്ടി ഫാൻ ഗേളായ സമാന്തയും ഈ ചിത്രത്തിൽ നായികയായി അണിനിരക്കുന്നു. ഈ ഒരു സിനിമയുടെ രചന നിർവഹിക്കുന്നത് നവീൻ ഭാസ്കറാണ്. നമുക്കറിയാം, നവീൻ ഭാസ്കറിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. മൺസൂൺ മാംഗോസ്, അനുരാഗ് കരിക്കിമ്പള്ളൻ, ABCD, ഉദാഹരണം സുജാത എന്നിങ്ങനെ ഒരുപാട് നല്ല സിനിമകളുടെ സ്ക്രിപ്റ്റ് അദ്ദേഹം തയ്യാറാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെയാണ് ഈ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് ജോമോൻ ടി ജോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിഷ്വലി നോ കോംപ്രമൈസ് ആണ്. അതേപോലെ മമ്മൂട്ടി കമ്പനിയാണ് ഈ ഒരു സിനിമ പ്രൊഡക്ഷൻ ചെയ്യുന്നത്. സോ ക്വാണ്ടിറ്റി വൈസും ക്വാളിറ്റി വൈസും നോ കോംപ്രമൈസ്. എന്തായാലും ഗൗതം മേനോൻ ആയതുകൊണ്ട് ഈ ഒരു സിനിമ ത്രില്ലർ രീതിയിലുള്ളതായിരിക്കും. പോലീസ് ത്രില്ലർ ആകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതൽ. ഈ ഒരു സിനിമ ഈ വരുന്ന ജൂൺ 15 ഷൂട്ടിംഗ് ചെന്നൈയിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ മമ്മൂട്ടി ജൂൺ 20 ഈ ഒരു സിനിമയുടെ ക്രൂവിലൂടെ ജോയിൻ ചെയ്തു. നമുക്കറിയാം, അദ്ദേഹം ബസൂക എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫൈനലൈസും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ മമ്മൂട്ടി, ഗൗതം വാസുദേവ് മേനോൻ, സമാന്ത എന്നിവരുടെ ഒരു ട്രയോ സിനിമ വരാൻ പോവുകയാണ്. ഗംഭീര സിനിമ ആകട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ഒരു സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കല്ല.